യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലവുമുള്ളവൻ അല്ലോ. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരാറായിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി പാർത്തിരിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നിഷ്ഠകളാണ് പാലിക്കേണ്ടി വരുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. യാക്കോബിൻ്റെ ലേഖനം നിങ്ങൾക്കറിയാം. മെച്യൂരിറ്റി അഥവാ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയ പക്വത എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചുള്ള ലേഖനമാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീയമായി പക്വത എങ്ങനെ പ്രാപിക്കാം. നാം പക്വമതികളായിത്തീരണം, നാം മെച്യൂർഡായിത്തീരണം, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവരായിത്തീരണം, ആത്മീയ പക്വതയുള്ളവരായിത്തീരണം.
ആത്മീയമായ പക്വത നാം പ്രാപിക്കുന്നതിന് പ്രായോഗിക ജീവിതത്തിൽ എന്തെല്ലാമാണ് നാം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പ്രസ്താവനകളാണ് യാക്കോബ് ശ്ലീഹ ഈ ലേഖനത്തിൽ തരുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റി ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. പ്രായോഗിക ജീവിതത്തിലെ ആത്മീയ പക്വത നമ്മൾ പഠിച്ചു വരികയാണ്. 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരുമ്പോഴാണ് അതിൻ്റെ പാരമ്യത്തിലേക്ക് വരുന്നത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എങ്ങ് വരാറായിരിക്കുന്നു, അടുത്ത് കഴിഞ്ഞിരിക്കുന്നു, വാതിൽക്കൽ നിൽക്കുന്നു. ഒട്ടും താമസമില്ല, യേശു വരാറായി. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ പറയുകയാണ്, പക്ഷേ ആ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, വലിയൊരു കഷ്ടതയെ നിങ്ങൾ നേരിടേണ്ടി വരും, വലിയ യാതനകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ, ഈ ഭൗതിക ജീവിതത്തിൽ ആത്മീയമായ സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് കഷ്ടതകളെ പുഞ്ചിരിയോടെ നേരിടാൻ സാധിക്കണം, സഹിഷ്ണുതയോടെ കഷ്ടതകളെ നേരിടാൻ സാധിക്കണം. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ആത്മീയർക്ക് കഷ്ടത വരാൻ സാധ്യതയില്ല, കർത്താവ് കാക്കുമല്ലോ, സ്വർഗ്ഗത്തിൽ ദൈവം അവരൊക്കെ പരിപാലിക്കുമല്ലോ. ആത്മീയ ജീവിതം നയിക്കുന്നവർ, ഭക്തിജീവിതം നയിക്കുന്നവർക്ക് അവർക്ക് രോഗം വരികയില്ല, അവർക്ക് ദുരിതം വരികയില്ല, അവർക്ക് കഷ്ടപ്പാടുകൾ വരികയില്ല, അവർക്ക് ജീവിതത്തിൽ യാതനകൾ വരികയില്ല എന്നൊക്കെയാണ് ഒരു ധാരണ നമുക്കുള്ളത്. അവരുടെ കാര്യം ദൈവം നോക്കുമല്ലോ, ദൈവം നോക്കും. പക്ഷേ കഷ്ടതകൾ ഒഴിവാക്കുകയല്ല. കഷ്ടതകൾ ജീവിതത്തിലുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുന്നു, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. കഷ്ടാനുഭവത്തിൻ്റെ ദൃഷ്ടാന്തമാണ് അവർ. ജീവിതത്തിൽ ദുരിതം അനുഭവിച്ചതിന് ദൃഷ്ടാന്തമാണ്. എവിടെയെല്ലാം സത്യവിശ്വാസം വളർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ യാതനകളുണ്ട്, കുരിശുണ്ട്. കുരിശില്ലാതെ കിരീടമില്ല, ക്രോസ് ഇല്ലാതെ ക്രൗൺ ഇല്ല, കുരിശില്ലാതെ കിരീടമില്ല, ബ്ലീഡിംഗ് ഇല്ലാതെ ബ്ലെസ്സിങ് ഇല്ല. ബ്ലീഡിങ് രക്തച്ചൊരിച്ചിൽ, യാതന. ബ്ലീഡിംഗ് ഇല്ലാതെ ബ്ലെസ്സിങ് ഇല്ല, അനുഗ്രഹമില്ല. ബ്ലീഡിങ് പ്രയാസമുള്ള കാര്യമാണ്. യാതനകൾ, രോഗങ്ങൾ, വേദനകൾ ഇതെല്ലാം പ്രയാസമാണ്. എങ്ങനെയും അതെല്ലാം ഒഴിവാക്കി കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും കഷ്ടതകൾ ഉണ്ടാകും. സകലരും നമ്മെ വെറുക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാവരും പകയ്ക്കും. ഇപ്പോൾ എല്ലാവരും പകച്ചിട്ടില്ലേ? ഇപ്പോൾ എല്ലാവരും പകയ്ക്കുന്നില്ല, കുറച്ച് പേരൊക്കെ പകയ്ക്കുന്നുള്ളൂ. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എല്ലാവരും നമ്മെ തെറ്റിദ്ധരിക്കും. ദുരിതങ്ങളുടെ മേൽ ദുരിതം വരും, തെറ്റിദ്ധാരണകളുടെ മേൽ തെറ്റിദ്ധാരണകൾ പെരുകും. നാം ഒരിക്കലും ചിന്തിക്കുകയോ നിരൂപിക്കുകയോ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കപ്പെടും. കിംവദന്തികൾ പരക്കും. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാമായിരിക്കും നാം അത്ഭുതപ്പെടും. നമ്മെ മുന്നോട്ടൊരു ചുവടുവയ്ക്കാൻ വയ്യാത്ത വിധത്തിൽ തടയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അപഹസനങ്ങളും നമ്മുടെ നേരെ തെറുത്തുയർന്നു വരും. അവയെ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുന്നതിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്ററിയുന്നത്. അവയെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുക. കുരിശ് ഒഴിവാക്കാൻ ആഗ്രഹിക്കരുത്. കുരിശ് ജീവിതത്തിലുണ്ട്. കുരിശ് നാം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങണം. പുഞ്ചിരിയോടെ കുരിശിനെ ചുംബിക്കണം. ഞാൻ പറയുന്നത് പുറമേയുള്ള കുരിശിനെ മൊത്തുന്ന കാര്യമല്ല. കുരിശ് മൊത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുരിശിനെ നാം ഏറ്റുവാങ്ങുക എന്നാണ്. യേശുവിനെ നാം സ്വീകരിക്കുന്നത് ആ കുരിശിലെ രക്ഷ വഴിയായിട്ടാണ്, രക്ഷയുടെ അനുഭവത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തു അനുഭവിച്ചതുള്ളതായ യാതനയും വേദനയും ഒറ്റപ്പെടുത്തലും ഈ ലോകത്ത് വേറെ ആരും അനുഭവിച്ചിട്ടില്ല. യേശുവിൻ്റെ അനുയായികൾക്കും അതേ വേദനകൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് കുരിശ് ഒഴിവാക്കാൻ നാം ആഗ്രഹിക്കരുത്. കുരിശ് ഒഴിവാക്കിയ ഒരു സുഖജീവിതം, സുഖലോലുപ ജീവിതം നയിക്കാമെന്ന് നാം ചിന്തിക്കരുത്. കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും
ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. അപ്പോസ്തലന്മാർ എന്ത് യാതനകളാണ് സഹിച്ചത്, എന്ത് ദുരിതങ്ങളാണ് ഏറ്റത്. അപ്പോസ്തലനായ പൗലോസ് പറയും, കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ, 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നാം വായിക്കുമ്പോൾ എന്തെല്ലാം ദുരിതങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് സഹിച്ചത്. കർത്താവ് വിചാരിച്ചാൽ മാറ്റിക്കൊടുക്കുകയില്ലേ? മാറ്റിക്കൊടുക്കാൻ സാധിക്കുകയില്ലേ? ദുരിതങ്ങൾ, വലിയ യാതനകൾ. കർത്താവ് ഒന്ന് നോക്കിയാൽ മതി, ഒരു യാതനയും ഇല്ലാതെ കാര്യങ്ങളെല്ലാം നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളും. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് കർത്താവ് ആ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കാഞ്ഞത്? കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, ഞാൻ തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, ഞാൻ പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു. യഹൂദന്മാരുടെ അടുക്കൽ ചെന്ന് അവരാൽ ഒന്നുകുറയെ 40 അടി, 39 അടി അടിച്ചാൽ നിർത്തും. കാരണം 40 അടി അടിച്ചാൽ പിന്നെ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് 39 അടി അടിച്ച് നിൽക്കും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും തുടങ്ങും. ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു. പിന്നെ 3 വട്ടം കോലിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, രാവും പകലും വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. നോക്കൂ, അപ്പോസ്തലൻ്റെ മനസ്സും എപ്പോഴും നല്ല അധ്വാനത്തിലാണ്, തിരക്കിലാണ്. വളരെ വ്യക്തപ്പാടോടെ അപ്പോസ്തലൻ മറ്റ് സഭകളെക്കുറിച്ചും ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സഭകളെക്കുറിച്ചും അവിടെയുള്ള ജനത്തെക്കുറിച്ചും ആകാംക്ഷഭരിതനായി ഉത്കണ്ഠാകുലനായി നോക്കിയിരിക്കുകയാണ്. എല്ലാവരും നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചിന്ത. ആരെങ്കിലും വീണുപോയോ എന്നാണ് ചിന്ത. ആരെങ്കിലും വഴിതെറ്റിപ്പോയോ എന്നാണ് ചിന്ത. പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും പിന്നെയും പിശാചിൻ്റെ പിടിയിലേക്ക് അമർന്നു പോയോ എന്നാണ് ചിന്ത. സാത്താൻ ആരെങ്കിലും റാഞ്ചിക്കൊണ്ടുപോയോ എന്നാണ് ചിന്ത. സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. അടുത്ത വാക്യം. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനാകാതിരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. എത്രയോ പേര് ഇടറിപ്പോകുന്നു, ഞാൻ അഴലാർന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ തീരാ ദുഃഖങ്ങൾ, സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ആശങ്കകൾ, ഓരോ സ്ഥലത്തുമുള്ള സഭകളെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയുണ്ട്. മറ്റാരെക്കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത്. എൻ്റെ സമൂഹത്തെക്കുറിച്ച് എനിക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്വം തോന്നുന്നുണ്ടോ? ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക കുടുംബങ്ങളിൽ നിന്ന് നരകമായിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് സമാധാനമില്ല, സ്വൈര്യമില്ല. അപ്പനും അമ്മയും കരയുന്നു. മക്കൾ അതിലേറെ ദുരിതത്തിലായിരിക്കുന്നു. ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്നു. കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നു. പൈസ തികയാത്തതുകൊണ്ട് കടം വന്ന് മൂടിയിരിക്കുന്നു, കടം വന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഒരു നിർവാഹവുമില്ല, മുന്നോട്ട് പോകാനുള്ള ഗതിയെല്ലാം അറ്റുപോയിരിക്കുന്നു. മനുഷ്യരിൽ നിന്ന് നട്ടം തിരിയുന്നു. യാതനയേറ്റ് വാടിക്കരിയുന്നു. ഉള്ള് പുകഞ്ഞ് പൊള്ളുന്നു. ജീവിതം യാതനാഭരിതമായി തീരുന്നു. കുടുംബങ്ങളെല്ലാം അങ്ങനെയല്ലേ? എവിടെയുണ്ട് മനസ്സിന് സ്വസ്ഥത? എല്ലാം ഉണ്ടെന്ന് തോന്നും. പുറമേ നോക്കുമ്പോൾ എല്ലാം നല്ലതെന്ന് വിചാരിക്കും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. എനിക്കേ പ്രശ്നങ്ങളുള്ളൂ, മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ലെന്നാണ് നമ്മുടെ ധാരണ. അല്ല, എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങളിൽപ്പെട്ട് ഉള്ളു പതറിയിരിക്കുകയാണ്. ജീവിതം ക്ലേശഭൂയിഷ്ടമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹം എങ്ങോട്ട് പോകുന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. എങ്ങോട്ട് പോകുന്നു?
എന്തെല്ലാം അക്രമങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അക്രമങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യനെ കൊല്ലുന്ന കാര്യം, ചെറിയ കുട്ടികളെപ്പോലും അപമാനിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, കവർച്ചകളും കള്ളത്തരങ്ങളും വർദ്ധിച്ചു വരുന്നു. കുടുംബങ്ങളിൽ സ്നേഹമില്ല, കുടുംബങ്ങളിൽ ഐക്യമില്ല, സ്നേഹം കിട്ടുന്നില്ല. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു, പക്ഷേ സ്നേഹം കിട്ടുന്നില്ല. തകർന്ന തലമുറ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല സർവ്വസഭകളെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ചിന്താഭാരം, ആകുല ചിന്തകൾ സഭകളെക്കുറിച്ചാണ്, മറ്റുള്ളവരെക്കുറിച്ചാണ്. ഇന്ന് നിങ്ങളൊന്ന് കണ്ണു തുറന്നാൽ, ആന്തരിക കണ്ണും തുറന്നാൽ നിങ്ങളുടെ ഉള്ള് പതറും, നിങ്ങളുടെ ഉള്ള് ദുഃഖം കൊണ്ട് വിറയൽ പൂണ്ട് നിങ്ങൾ എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പോകും. ദുഃഖം കൊണ്ട് വിറളി കൊണ്ടുപോകും. എന്താ കാരണം? ലോകത്തിൽ നിങ്ങൾ കാണുന്നവരെല്ലാം ദുഃഖത്തിലാണ്, എല്ലാവരും ദുരിതത്തിലാണ്, എല്ലാ കുടുംബങ്ങളിലും അലോസരമാണ്. അപൂർവം കുടുംബങ്ങളിൽ, യേശു വസിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമുണ്ട് സ്വസ്ഥത. യേശു വസിക്കുന്ന ഹൃദയങ്ങളിൽ മാത്രമുണ്ട് സ്വസ്ഥത. യേശു വസിക്കുന്ന കുടുംബങ്ങൾ, യേശു നിയന്ത്രിക്കുന്ന കുടുംബങ്ങൾ, യേശു നിയന്ത്രിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, യേശു നിയന്ത്രിക്കുന്ന മാതാപിതാക്കളും മക്കളും, അങ്ങനെ യേശുവിൻ്റെ നിയന്ത്രണത്തിലുള്ള കുടുംബങ്ങളിൽ മാത്രമേ സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ അസ്വസ്ഥതയാണ്, മുഴുവൻ അസ്വസ്ഥത. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന് യാതനകൾ ഏറെ ഏൽക്കേണ്ടി വന്നു, ദുരിതങ്ങൾ ഏറെ ഏൽക്കേണ്ടി വന്നു. അപ്പോസ്തലനായ പൗലോസിന് മാത്രമല്ല, നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി 5-ന്റെ 10-ാം വാക്യം വായിക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നീതി നിമിത്തം ഉപദ്രവം ഏൽക്കേണ്ടി വരും, ഭാഗ്യമാണത്. നീതി നിമിത്തം, നല്ല നീതിയോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഉപദ്രവം നേരിടും. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നേരിടും. തെറ്റിദ്ധരിക്കും, ആളുകൾ തെറ്റിദ്ധരിക്കും. എന്തോ ഒരു ലാക്കുണ്ട്, എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. ഭൗതികമായ എന്തോ ലാക്കുണ്ട്, എന്തോ പൈസ ലാഭിക്കാനാണ്. ഈ ആത്മീയമൊക്കെ പറഞ്ഞു നടക്കുന്നതിന് വേണ്ടിയാണ്. ആത്മീയം പറയുന്നതും പ്രസംഗിക്കുന്നതൊക്കെ പൈസ ഉണ്ടാക്കാനാണല്ലോ. മനുഷ്യൻ പിന്നെ പൈസയ്ക്ക് വേണ്ടിയല്ല അതിന് എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ അത്ഭുതമില്ല. ഇന്ന് പൈസയ്ക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റങ്ങളാണ് എല്ലായിടത്തും. രൂപ ഉണ്ടാക്കാനുള്ള ബന്ധപ്പാടുകൾ. രൂപ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, രൂപ ഉണ്ടെങ്കിലല്ലേ ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. പക്ഷേ രൂപയ്ക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. എല്ലായിടത്തും നോക്കിയാൽ കാണാം പൈസയ്ക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ. അതുകൊണ്ട് സുവിശേഷ വേലയിൽ പോലും ഈ പൈസ കടന്നുകൂടിയിരിക്കുകയാണ്. സുവിശേഷ വേലയിൽ പോലും അത്ഭുതങ്ങളും ചില അടയാളങ്ങളെല്ലാം കാണിച്ച്, മായാജാലങ്ങൾ കാണിച്ച്, ഇന്ദ്രജാലങ്ങൾ കാണിച്ച് പാവപ്പെട്ട മനുഷ്യരെ മയക്കുകയാണ്. ക്ഷമിക്കണം, സുവിശേഷകന്മാർ ബലഹീന മനസാക്ഷിയുള്ള സാധുക്കളായ ആളുകളെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാക്കി ഏതോ ഇന്ദ്രജാലങ്ങളോ മഹേന്ദ്രജാലങ്ങളോ കാണിച്ച്, ചില മന്ത്രവിദ്യകൾ കാണിക്കുന്നത് പോലെ തള്ളി വീഴിക്കുക, ഊതി വീഴിക്കുക, പിടിച്ചു വീഴിക്കുക തുടങ്ങിയുള്ള അനേകം കാര്യങ്ങൾ നടത്തി പാവപ്പെട്ടവനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് ആവർത്തിച്ച് പറയുന്നതിന് കാരണമുണ്ട്. ഇന്ന് സുവിശേഷം ഒരു വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു. സുവിശേഷം വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നു. പാടില്ല. സുവിശേഷത്തെ വാണിഭശാലയാക്കരുത്. ഇത് കച്ചവട ചരക്കാക്കാനുള്ളതല്ല സുവിശേഷം. സുവിശേഷം വാരി വിതറി കൊടുക്കാനുള്ളതാണ്. സുവിശേഷം പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളതാണ്. സുവിശേഷം പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. പാപിയെ പാവത്തിൽ നിന്നും കരയേറ്റി സമാധാനത്തിൻ്റെ വഴിയിലൂടെ നയിക്കാനുള്ളതാണ്. വെറുക്കൂത്തുകളുടെ പിറകെ പോകുന്ന മനുഷ്യൻ, തിന്മയുടെ അന്ധകാര ശക്തിക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യൻ, അവൻ നന്മയിലേക്ക് തിരിയാനുള്ളതാണ് സുവിശേഷം. അത് പൈസയ്ക്ക് വിൽക്കാനോ വാങ്ങാനോ ഉള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, മാത്രമല്ല സ്തേഫാനോസ് പറഞ്ഞ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ കാണാം. 7-ാം അധ്യായം 52-ാം വാക്യത്തിൽ സ്തേഫാനോസ് പറഞ്ഞു, കഷ്ടത നമുക്ക് അവകാശമാണ് എന്ന്, കഷ്ടത നമുക്ക് കൂടിയേ കഴിയുമെന്ന് സ്തേഫാനോസ് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 7-52. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. തുറന്നു ചോദിക്കുകയാണ്, പൂർവികന്മാരായ നിങ്ങളുടെ പിതാക്കന്മാർ
വിശുദ്ധന്മാരെ ഉപദ്രവിക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവരെയും ഉപദ്രവിച്ചിട്ടുണ്ട്, വിശുദ്ധന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരിൽ ഉപദ്രവിക്കാതിരുന്നവരാരുണ്ട്? പിതാക്കന്മാരുടെ കാലത്ത് പ്രവാചകന്മാരെ ഉപദ്രവിച്ച ചരിത്രമേ ഉള്ളൂ. പ്രവാചകന്മാരെ ഉപദ്രവിച്ചിരുന്നു, ദൈവമക്കളെ ഉപദ്രവിച്ചിരുന്നു, സത്യം പറയുന്ന പ്രവാചകന്മാരെ പീഡ നേരിട്ടിരുന്നു. യിരെമ്യാ പ്രവാചകനെ സത്യം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് യിരെമ്യാ പ്രവാചകനെ പട്ടിണിക്കിട്ടു. അങ്ങ് ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു, അവിടെ ആഹാരം കൊടുക്കാതെ ഇട്ടിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കയറ്റിയിട്ട് കാവൽപ്പുരമറ്റത്ത് ഒരു ഭാഗത്ത് വീട്ടുകിടങ്കിലാക്കി ഭക്ഷണം കൊടുത്തില്ല. എന്താ പ്രവാചകൻ ചെയ്ത് തെറ്റ്? നേരിട്ട് കിട്ടിയ അരുളപ്പാട് ജനത്തോട് അറിയിച്ചു, മാറ്റം കൊടുത്ത് അറിയിച്ചു. യിരെമ്യാ പ്രവാചകൻ എന്താ പറഞ്ഞത്? കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, രാജാവേ, അങ്ങയുടെ നാട് മുടിയാൻ പോകുന്നു, ഈ നാട് തകരാൻ പോകുന്നു, ഈ നാട്ടിൽ നിന്ന് ജനങ്ങളെ പലരെയും നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിയയിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്നു. മാത്രമല്ല, സിദ്ക്കിയാ രാജാവേ, അങ്ങയുടെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്ത് അങ്ങയെ പൊട്ടക്കണ്ണനാക്കി തീർക്കാൻ നെബൂഖദ്നേസർ രാജാവ് പരിപാടി ഇട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടും ഒരു മാറ്റവും വന്നില്ല. ഈ യിരെമ്യാവ് രാജാവിനെതിരായി പ്രസംഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. രാജാവിനെതിരായി പ്രസംഗിക്കുന്നു. എതിരായി പ്രസംഗിച്ചതല്ല, സത്യം പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കാൻ നോക്കാം. ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കാം. മിന്നാമിനങ്ങ് അതിൻ്റെ ഒരു ഇറ്റ് വെളിച്ചം കൊണ്ട് പറന്ന് നടക്കുന്നത് പോലെ ഒരിറ്റ് വെളിച്ചം കൊണ്ട് നമുക്ക് പറന്ന് നടക്കാം. ഒരു ചെറിയ ചുറ്റുവട്ടം, അധികമൊന്നും സാധിക്കില്ല. ചെറിയൊരു ചുറ്റുവട്ടം, അതിനപ്പുറത്തേക്ക് പോകാനൊന്നും നമുക്ക് കെൽപ്പില്ല. വളരെ ചെറിയൊരു ചുറ്റുവട്ടത്തിൽ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. വലിയ പീഡകൾ വരാനിരിക്കുന്നു, വലിയ പീഡകൾ, വലിയ കഷ്ടതകൾ വരാനിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 2-ന്റെ 19, 20, 21. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്താ, അതിൽ പേരെന്താ ഉള്ളത്? അതിൽ ക്രെഡിറ്റ് എന്താ ഉള്ളത്? ഒരു പ്രയോജനമില്ലല്ലോ. കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത്, അവിടെ ക്രെഡിറ്റ് ഇല്ല. എന്നാൽ കുറ്റം ചെയ്യാതെ ശിക്ഷയേൽക്കുന്നു. കുറ്റം ചെയ്യുന്നില്ല, പക്ഷേ ശിക്ഷയേൽക്കുന്നു. കുറ്റം ചെയ്തു എന്ന് ഭാവിച്ച് ശിക്ഷിക്കുന്നു. അതാണ് വലിയ അനർത്ഥം, വലിയ അനാശം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയും. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ 3-ാമത്തെ വാക്യം മുതൽ പറയും, വായിക്കാം. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഉളവാക്കുന്നതെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു, സഹിക്കാനുള്ള മനസ്സ്. സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കുന്നു. സിദ്ധത എന്താണ്? സിദ്ധത വിശുദ്ധി. സിദ്ധതയെ ഉളവാക്കുന്നു. സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. ആത്മീയ വളർച്ചയാണ്. കഷ്ടതയിലാണ് തുടക്കം. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. സിദ്ധന്മാർ പോയ വഴിയിൽ കൂടി നമുക്കും പോകണം. വിശുദ്ധന്മാർ പോയ വഴി. യാതന സഹിച്ച് കഷ്ടതയേറ്റ് അവർ മടി കൂടാതെ, ചാഞ്ചല്യം കൂടാതെ, മനസ്സിൽ യാതൊരു സംശയവും കൂടാതെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടത സഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമുക്ക് പാടാൻ തന്നിരിക്കുന്നത് പ്രഭാത നമസ്കാരത്തിൽ, കർത്താവേ നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. സിദ്ധന്മാരുടെ കാഴ്ചകളിൽ നിന്ന് മാറാതെ പോകുവാൻ കർത്താവേ നീ എന്നെ നയിക്കണമേ. കർത്താവേ, സുവിശേഷത്തിൻ്റെ ഇടുങ്ങിയ പാതകളിൽ കൂടി പോകാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിൻ്റെ പാത ഇടുങ്ങിയതാണ്. സുവിശേഷത്തിൽ ഇടുങ്ങിയ പാതകളിൽ കൂടി പോകാൻ നീ അനുവദിക്കണമേ. പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുന്ന ഗീതമാണ്,
കർത്താവേ നിൻ സുവിശേഷത്തിൽ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. നിന്നെ സ്നേഹിച്ചീ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. ഈ ലോകം നിരസിക്കാൻ, പ്രിയപ്പെട്ടവരെ, ഈ ലോകം നിരസിക്കാൻ കൃപ തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ മനസ്സാണോ അതിന്? ലോകത്തിൻ്റെ ഇമ്പങ്ങൾ നിരസിക്കാൻ മനസ്സാണോ? ലോകത്തിൻ്റെ സന്തോഷങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ മനസ്സാണോ? വെറുക്കൂത്തുകളുടെ സുഖം വേണ്ട എന്ന് വയ്ക്കാൻ മനസ്സാണോ? മദ്യത്തിൻ്റെ ലഹരി വേണ്ട എന്ന് വയ്ക്കാൻ മനസ്സായോ? ദൈവത്തിന് സ്തോത്രം. ഈ അശുദ്ധമായ ജീവിതത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ മനസ്സാണോ? ഐഹികമായ നേട്ടങ്ങൾ എന്തിന്? ശവക്കുഴിയിൽ തീരും. ഐഹികമായ നേട്ടങ്ങൾ എന്തിന്? മരണത്തിനപ്പുറത്തേക്ക് പോരുകയില്ല. മരണത്തിൻ്റെ അതിരിങ്കൽ എല്ലാം നിലയ്ക്കും. എന്തെല്ലാം നേടിയാലും അവിടെ നിലയ്ക്കും. ഐഹികമായ നേട്ടങ്ങളെല്ലാം തീരും. എന്തെല്ലാം നേടിയവരില്ലേ? വീരന്മാരില്ലേ? എവിടെ? അവരൊക്കെ എവിടെ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ, കൃപയിൽ പൊതിയണമേ. അവിടെ രണ്ടാമത്തവർക്ക് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.